പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കല്ലായിക്കുന്ന് എന്ന് പറയും കേട്ടോ. കുന്നംകുളത്തും ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ കയറിയാൽ ഈ കല്ലായിക്കുന്നത്തേക്ക് എത്താം. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓണം പ്രമാണിച്ച് നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. കലശമല എന്നും മറ്റൊരു പേരുകളും ഉണ്ട്. കലശമല എന്നാണ് ഈ സ്ഥലത്തിന് പറയുക പേര്. പക്ഷെ കല്ലായിക്കുന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം. ഇവിടെ നരിമട ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഷൂട്ടിങ് നടക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. പക്ഷെ ഇന്ന് ഓണം പ്രമാണിച്ച് ഫുള്ള് ലൈറ്റ് ഇട്ട് നെയ്റ്റിലും പ്രവേശനമുണ്ട് കേട്ടോ. അതുകൊണ്ട് നെയ്റ്റ് കാഴ്ചയൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. ഓണം പ്രമാണിച്ചിട്ട് ഇവിടെ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് 8, 9, 10 വൈകുന്നേരം 5 മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നത്. 2 വർഷമായിട്ടുള്ള കേട്ടോ. അതൊരു ടൂറിസ്റ്റ് സ്പേസ് ആയിട്ട് ഇപ്പം നിരവധി ആൾക്കാരൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതിമനോഹരമായി ഈ സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയെടുത്ത് നമ്മളെ AC മൊയ്തീനാട്ടോ. അതിൻ്റെ ഭാഗമായി ഒരു 1-ാം ഘട്ടം രീതിയിലാണ് ഇവിടുത്തെ ഒരു വികസനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി 2-ാം ഘട്ടമായിട്ട് ഒരുപാട് വികസനമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും കേരളം അറിയുന്ന ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സ്പേസ് ആയിട്ട് ഇവിടെ മാറും. ഒരുപാട് മൂവി ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കിട്ടാം. മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ജയസൂര്യ, അങ്ങനത്തെ ആൾക്കാരൊക്കെ പടം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എടുക്കാറുണ്ട് കേട്ടോ. വളരെ മനോഹരമാണ് ഇവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്താൽ. ഇതാണ് ഏറ്റവും മേൽവശട്ടാ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗുഹയുടെ മേലെയാണ്. ഇതിൻ്റെ താഴത്താണ് ഗുഹ ഉള്ളത്. നരിമട എന്ന് പറയും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗി വളരെ ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള ശോഭ സിറ്റി അടക്കം കാണാം. ആ നേരെ കാണുന്ന സ്ഥലമാണ് വടക്കാഞ്ചേരി റോഡ്, പന്നിത്തടം ഭാഗമൊക്കെ കേട്ടോ. വെറും ഒരു മൊബൈൽ എടുക്കുന്ന വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തൊരു മനോഹരം നോക്കിയാൽ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കാണ്ടിരിക്കുക. എന്തൊരു ഭംഗി ഇവിടെ. ഒരു പാറപ്പുറത്ത് നിൽക്കുന്ന ഒരു മരം. അത് കുറേ കാലമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല ഭംഗിയാണ് ഈ പാറപ്പുറത്ത് ഈ മരം കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇതാണ് നരിമട എന്ന് പറയുന്നത്. അതിൻ്റെ ഉൾവശമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കുട്ടികളൊക്കെ അതിന് മേലെ വന്നിരിക്കണം, ഫോട്ടോ എടുക്കണമൊക്കെ. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ വെച്ചിട്ട് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. മമ്മൂട്ടിയുടെ പടമൊക്കെ. അപ്പോൾ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കി. നരിമട എന്ന് അതിന് പറയുക. അതിനുള്ളിൽ നരി ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പേര്.
ഈ ഏരിയയിൽ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ബാത്റൂം കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വാച്ചിങ് ടവർ ഉണ്ട്, അതിന് മേലിനാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ ഇതിന് മേലിൽ ഇങ്ങനെ കാണാനൊക്കെ. അപ്പം എന്തായാലും നിങ്ങൾ വന്ന് നോക്കി നോക്ക് കേട്ടോ. അതിൻ്റെ മേലത്തെ ഒരു വീഡിയോസാണിത്. ചേർന്ന കലശമലയിലെ ഈ ടൂറിസം പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ദിവസക്കാലമാണ് ഈ പരിപാടി ഉള്ളത്. ഓണം കുറച്ചു കാലത്തിന് ശേഷം നമുക്കെല്ലാം പുറത്തിറങ്ങി ആഘോഷിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വന്നപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം വളരെ ഗുരുതരമായി നമ്മളെ ബാധിക്കുകയാണ്. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം 5 ദിവസത്തെ മഴയായി നമ്മുടെ രാജ്യത്തുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതിന്റെ പ്രയാസങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നതിനുള്ള പരിമിതിയുണ്ട്. അതൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഈ കലശമല സെന്റർ അതിന്റെ പ്രാഥമിക പ്രവർത്തനം മാത്രമാണ് നമ്മളിപ്പോൾ ടൂറിസം സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ
ഇതുവരെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. നമ്മൾ നെയ്റ്റിലിവിടെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. അപ്പം ഇന്ന് നെയ്റ്റിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റി. അതിമനോഹരമാണ് കേട്ടോ നെയ്റ്റിൽ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ. എന്തായാലും ആ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കിയോക്ക്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.